കുറച്ച് നാൾ മുമ്പ് KSRTC ജീവനക്കാർ എവിടെ ജോലി KSR പൊളിഞ്ഞല്ലേ നശിച്ചെന്ന് തോന്നില്ലേ എല്ലാം ശമ്പളമൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുക. അപ്പൊ അങ്ങനെയാണ് KSRTCയിലാണ് ജോലി. നിങ്ങൾ രക്ഷപ്പെട്ടല്ലേ, നന്നായിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ, കൊള്ളാം കേട്ടോ, വണ്ടികളൊക്കെ നന്നായിട്ടുണ്ട് എന്നല്ലേ പറയും. ഈ സർക്കാർ എന്ത് ചെയ്താലും അത് കുറ്റമാണ്. ഈ സർക്കാർ എന്ത് ചെയ്താലും കുറ്റമാണ്. ഒന്നാം തീയതി ശമ്പളം കൊടുത്തതും കുറ്റമാണ്. ഇലക്ഷനൊക്കെ വരുന്ന സമയം ഇപ്പൊ അത് പറഞ്ഞു കട്ടള ഇവിടെ KSRTC വിറ്റെന്ന് വല്ലതും പറയുമെന്ന് ഭാഗ്യം കൊണ്ടില്ല. പത്തനാപുരത്തല്ല ഞാൻ അവിടെ പോകാൻ, ഞാൻ പത്തനാപുരത്തുകാരനല്ലേ, ഞാൻ പത്തനാപുരത്ത് തന്നെ മത്സരിക്കും, വൻ ഭൂരിപക്ഷത്തോട് ചെയ്യും. പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല, എനിക്ക് പത്തനാപുരത്തുകാരില്ലാതെയും അല്ല. അതിപ്പം കടങ്ങൾ തീരട്ടെ ആദ്യം, 2700 കോടിയുടെ കടമില്ലേ. ഇല്ല അതിപ്പം പൈസ വന്നെന്നറിഞ്ഞ ഉടനെ ആനുകൂല്യം തരുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം ശമ്പളം കൊടുക്കുന്ന തന്നെ എത്ര വർഷത്തിന് ശേഷം ഒരുമിച്ച് കൊടുക്കുന്നില്ല. അതൊക്കെ തൽക്കാലം അത് മതി. കാരണം അറിയാം, ജീവനക്കാരെ ആനുകൂല്യം എന്ന് പറഞ്ഞ ഒരുപാട് കേസുകൾ തോറ്റുവെച്ചു. ഞാൻ വരുന്നതിനും കോടിക്കണക്കിന് രൂപ പലരും കൊടുക്കാനാണ്. ഞാൻ പ്രവർത്തന ലാഭത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ലാഭം വന്നു എല്ലാം ഈ അന്നേരം എന്ന് പറഞ്ഞാൽ ബോണസ് വാങ്ങിക്കാനുള്ള സമയമായി ആകുമ്പോൾ പറയാം. അപ്പൊ തൽക്കാലം ഇതൊന്ന് മെച്ചപ്പെടും. ഇന്ന് ഇരുന്നിട്ടല്ലയോ കാല് നീട്ടും, നമുക്കൊന്ന് ഇരിക്കാം, എന്നിട്ട് കാല് നീട്ടും. മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നതിന് പകരം കിട്ടിയതിന്റെ പകുതി ജനങ്ങൾ തന്നേക്കൂ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അതെന്തിനാ പാവപ്പെട്ട ജീവനക്കാരെ പറ്റിക്കാനുള്ള നേതാക്കന്മാരെ വേലയാണ്. ജീവനക്കാർക്ക് തോന്നില്ല, അവർ സന്തോഷമായിട്ടാണ് പോകുന്നത്, അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ സംതൃപ്തരാണ്, അവർ വളരെ ഹാപ്പിയാണ്. അവർ എവിടെ ചെന്നാലും എൻ്റെ അടുത്ത് ഓടി വരാറുണ്ട്, അവരെ എല്ലാ കാര്യവും സഹായിച്ചു കൊടുക്കാറുണ്ട്. അവർ കിടക്കാൻ നാളെയും തമ്പാനൂർ എയർ കണ്ടീഷൻ ഡോർമെട്രി ശരിയാക്കണം, അവർ കിടക്കാൻ പാപ്പനംകോട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്, പാലക്കാട് ശരിയാക്കി കൊടുത്തത്, കരുനാഗപ്പള്ളിയിൽ ഞാൻ തന്നെ എയർ കണ്ടീഷൻ റൂം ഉണ്ടാക്കി കൊടുത്തു കിടക്കാൻ. ജീവനക്കാർക്ക് ആവശ്യമുള്ള നല്ല പ്രവർത്തന സൗകര്യങ്ങളും അവർക്ക് ആവശ്യമുള്ള നല്ല സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇവർ ദയവ് ചെയ്ത് ഒന്ന് നേതാക്കന്മാരൊന്നും ഉണ്ടായിരുന്നാൽ മതി. ബഹുമാനപ്പെട്ട കോടതി പോയിട്ട് കേസ് കൊടുത്തു, റഫറണ്ടം കോടതി പറഞ്ഞ് റഫറണ്ടം നടത്തണ്ട, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ് നടത്തിയേ വേണ്ട, മിണ്ടാതെ ഇവിടെ ഇരുന്നാൽ മതി. യൂണിയൻകാർ ഭരിക്കുന്ന ഒരു കാലമുണ്ട്. ഇപ്പൊ CIT യൂണിയൻകാർ എന്നെ MD പൊന്നാട അണിച്ചിട്ട് പോയുള്ളൂ, അവർക്ക് സന്തോഷമാണ്. അങ്ങനെ സന്തോഷിക്കാൻ പഠിക്കും, നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ സന്തോഷിക്കാൻ പഠിക്കും. അപ്പൊ അതിനിടയ്ക്ക് ഒന്ന് തുപ്പി വെച്ചിട്ട് പോവുക, അത് ശരിയല്ല, അത് ശരിയല്ല. അത് നല്ല ശീലമുള്ള ഇവരെ, ഇങ്ങനെയുള്ളവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയുള്ളവർ വിളിക്കുമ്പോൾ പിന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാം കേട്ടാ. ഇതൊന്നും വാർത്തയല്ല, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നാട്ടിൽ നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്ങ് സന്തോഷിക്കുകയാണ്. KSRTC രക്ഷപ്പെടുന്നല്ലോ എന്നാലോചിച്ച്. KSRTC ജീവനക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടായിരുന്നു, ശമ്പളം ഉണ്ടോ? നിങ്ങൾ 2 എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ സിനിമാ നടനായിട്ട് പറയുന്നത്, ഒരു കലാകാരനാണല്ലോ, 2 എക്സ്പ്രഷനാണ്. കുറച്ച് നാൾ മുമ്പ് KSRTC ജീവനക്കാർ എവിടെ ജോലി KSR പൊളിഞ്ഞല്ലേ നശിച്ചെന്ന് തോന്നില്ലേ എല്ലാം ശമ്പളമൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുക. ഇത് സത്യസന്ധമായ ഒരു ചോദ്യമാണ് ജനങ്ങൾ. അപ്പൊ അങ്ങനെയാണ് KSRTCയിലാണ് ജോലി. നിങ്ങൾ രക്ഷപ്പെട്ടല്ലേ, നന്നായിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ, കൊള്ളാം കേട്ടോ, വണ്ടികളൊക്കെ നന്നായിട്ടുണ്ട് എന്നല്ലേ പറയുന്നത്. ഈ വ്യത്യാസം നിങ്ങൾ ചിന്തിക്കൂ. ഇത് എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കുമല്ലോ, കാരണം ജനങ്ങളും ജീവനക്കാരും മനസ്സിലാക്കും. KSRTC ജീവനക്കാരെ കാണുമ്പോൾ പൊളിഞ്ഞല്ലേ, ശമ്പളമൊന്നുമില്ലല്ലോ, ആകെ ദാരിദ്ര്യമായില്ലയോ. ഇവിടെ മറക്കരുത്, ഇവിടെ എനിക്ക് ശമ്പളം തന്നില്ല എന്ന ഒരു സഹോദരി എഴുതി കുത്തിക്കൊണ്ട് ടിക്കറ്റ് കൊടുത്ത ദിവസം ഉണ്ടായിരുന്നു. ശമ്പളം ഒന്നിച്ച് കിട്ടിയപ്പം എന്നെ ഒരു UDFന്റെ ഒരു നേതാക്കന്മാരും അഭിനന്ദിച്ചില്ലല്ലോ, ഇയാൾ ഒന്നിച്ചു കൊടുത്തല്ലോ എന്നും പറഞ്ഞു. ഈ സർക്കാർ എന്ത് ചെയ്താലും അത് കുറ്റമാണ്. ഈ സർക്കാർ എന്ത് ചെയ്ത് കുറ്റമാണ്. ഒന്നാം തീയതി ശമ്പളം കൊടുത്തതും കുറ്റമാണ്. കളക്ഷൻ കൂടുതൽ വാങ്ങിച്ചാൽ പറഞ്ഞാൽ അത് ശബരിമലയെന്ന് ഏതായാലും കാണിക്കേന്ന് എടുത്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞില്ല, ഭാഗ്യമായി പോയി. ഇലക്ഷനൊക്കെ വരുന്ന സമയം ഇപ്പൊ അത് പറഞ്ഞു കട്ടള ഇവിടെ KSRTC വിറ്റെന്ന് വല്ലതും പറയുമെന്ന് ഭാഗ്യം കൊണ്ടില്ല. അത് മണി പറയും, ഒരു നാണമില്ല. പത്തനാപുരത്തല്ല ഞാൻ അവിടെ പോകാൻ, ഞാൻ പത്തനാപുരത്തുകാരനല്ലേ, ഞാൻ പത്തനാപുരത്ത് തന്നെ മത്സരിക്കും, വൻ ഭൂരിപക്ഷത്തോട് ചെയ്യും. ഒരു ആശങ്കയും വേണ്ട. പത്തനാപുരത്തുകാരെ എനിക്ക് നല്ല വിശ്വാസമാണ്. പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല, എനിക്ക് പത്തനാപുരത്തുകാരില്ലാതെയും പറ്റും. ഞങ്ങൾ അതിനൊന്നും ഒരു സംശയമില്ല, അതിനൊക്കെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അണ്ടർസ്റ്റുഡാണ്. പത്തനാപുരത്തുകാർക്കല്ലേ അഭിമാനം. KSRTC നല്ലൊരു നിലയിലേക്ക് വളർത്തിക്കൊണ്ടിരുമ്പോൾ ഓരോ പത്തനാപുരത്തുകാരനും ഹൃദയത്തിനുള്ളിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന മുഹൂർത്തം അവരുടെ MLA ആണ്.